നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദുബായ് പോലീസിന് കരുത്തായി 2 ടെസ്ല കാറുകൾ കൂടി. ഓണമാണ്, ഓർമ്മ വേണം. ചിത്രം സെപ്റ്റംബർ 12-ന് പ്രദർശിപ്പിക്കും. UAE-യുടെ പ്രഥമ ആണവോർജ്ജ പദ്ധതിയായ ബറാക്ക ന്യൂക്ലിയർ പ്ലാന്റിന്റെ അവസാന യൂണിറ്റും പ്രവർത്തനം തുടങ്ങി. അബുദാബിയിൽ നിന്നും അവധിക്കെത്തിയയാൾ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. അൽ അരീദ ഗവർണറേറ്റ് സന്ദർശകരെ ആകർഷിക്കുന്നു. കോട്ടയം പ്രവാസി ഉത്സവരാവ് 24 ജനസാഗരം കൊണ്ട് ശ്രദ്ധേയമായി. ഐപാക് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ദുബായ് പോലീസിന് കരുത്തായി 2 ടെസ്ല കാറുകൾ കൂടി. ദുബായ് പോലീസിന്റെ വാഹന ശേഖരത്തിലേക്ക് 2 ടെസ്ല കാറുകൾ കൂടിയെത്തി. എമിറേറ്റിലെ വിനോദ കേന്ദ്രങ്ങളിലായിരിക്കും ടെസ്ല പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവുക. ക്രമസമാധാന പാലനത്തിനും സുരക്ഷയിലും ഗതാഗതം സുഗമമാക്കുന്നതിലും ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സ്മാർട്ട് സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഓണമാണ്, ഓർമ്മ വേണം. ചിത്രം സെപ്റ്റംബർ 12-ന് പ്രദർശിപ്പിക്കും. ഒത്തൊരുമയോടെ ഓണം വേറിട്ട രീതിയിൽ ആഘോഷമാക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. കുവൈത്തിലെ 150-ൽ പരം കലാകാരന്മാർ ഒരുക്കുന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചിത്രമാണ് ഓണമാണ്, ഓർമ്മ വേണം. പ്രതിഭ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ രേഷ്മ ശരത് നിർമ്മിച്ച് സാബു സൂര്യചിത്ര സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 12-ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 7:30-ന് അഹമ്മദി DPS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രദർശനം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ് സിറ്റി. UAE-യുടെ പ്രഥമ ആണവോർജ്ജ പദ്ധതിയായ ബറാക്ക ന്യൂക്ലിയർ പ്ലാന്റിന്റെ അവസാന യൂണിറ്റും പ്രവർത്തനം തുടങ്ങി. UAE-യുടെ പ്രഥമ ആണവോർജ്ജ പദ്ധതിയായ ബറാക്ക ന്യൂക്ലിയർ പ്ലാന്റിന്റെ 4ാമത്തെയും അവസാനത്തേതുമായ യൂണിറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ അടുത്ത 60 വർഷത്തേക്ക് UAE-യുടെ മൊത്തം ഊർജ്ജോപഭോഗത്തിന്റെ 25% ആണവോർജ്ജത്തിന് സംഭാവന ചെയ്യാനാകുമെന്ന് എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. അബുദാബിയിൽ നിന്നും അവധിക്കെത്തിയയാൾ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. അബുദാബിയിൽ നിന്നും അവധിക്കെത്തിയ പ്രവാസി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. ചിറ്റാർ നീലിപ്പിലാവ് കട്ടച്ചിറ പടിഞ്ഞാറേപ്പുരയ്ക്കൽ PK ലെനിനാണ് മരിച്ചത്. വ്യാഴം 11-നായിരുന്നു സംഭവം. വിമാനം ഇറങ്ങി വിമാനത്താവളത്തിലേക്ക് കയറിയ ലെനിൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്കാരം ഇന്ന് 2-ന്. ഭാര്യ ജലീന, മകൾ നിരഞ്ജന. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. അൽ അരീദ ഗവർണറേറ്റ് സന്ദർശകരെ ആകർഷിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും ഉയർന്ന പ്രദേശങ്ങളുടെ പ്രൗഢിയും കൊണ്ട് അൽ അരീദ ഗവർണറേറ്റ് സന്ദർശകരെ ആകർഷിക്കുന്നു. ജസാനിൽ നിന്നും 60 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അൽ അരീദ ഗവർണറേറ്റും അതിന്റെ അനുബന്ധ കേന്ദ്രങ്ങളും ഗ്രാമങ്ങളും ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. പ്രകൃതിയുടെ സൗന്ദര്യവും അതിന്റെ ശുദ്ധവായുവും ആസ്വദിക്കാൻ ധാരാളം ആളുകളാണ് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി പെയ്യുന്ന കനത്ത മഴയിൽ പ്രദേശം പച്ചപ്പ് നിറഞ്ഞതായി മാറി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജസാൻ. പ്രവാസി ഉത്സവരാവ് 24 ജനസാഗരം കൊണ്ട് ശ്രദ്ധേയമായി. കോട്ടയം ജില്ലയുടെ 75ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കോട്ടയം പ്രവാസി ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഒമാൻ ഉത്സവരാവ് 2024 സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ പോൾ സക്കറിയ മുഖ്യാതിഥിയായിരുന്നു. അഭിനേത്രി ആശ അരവിന്ദ്, ഡോക്ടർ താലിബ് അൽ ബലൂഷി എന്നിവരെ കോട്ടയം പ്രവാസി അസോസിയേഷൻ ആദരിച്ചു. റജി രാമപുരത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിനീത രഞ്ജിത്തും ജിൻസ് ഗോപിനാഥും അവതരിപ്പിച്ച ഗാനമേളയും കോമഡിയും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഐപാക് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഖത്തർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐപാക് സ്പോർട്സ് ഫിയസ്റ്റയുടെ ഭാഗമായി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 4 ഗ്രൂപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 16 ടീമുകൾ പങ്കെടുത്ത ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ICBF അഡ്വൈസറി ബോർഡ് ചെയർമാൻ SAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ സത്താർ അഖിൽ സുരേന്ദ്രൻ ടീം 1ാം സ്ഥാനം നേടി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.